ആരാത്? ആരാന്ന്? ആരൊക്കെ തുറന്നു കിടക്കുന്നു? ആരാ? നീയോ? രോഹിണി, നീ? അതെ, രോഹിണി ഫ്രം ബാംഗ്ലൂർ. ഞാനങ്ങ് പേടിച്ചു പോയി. നീ വന്നോ? എന്റെ മോളെ, നിന്നെ എത്ര കാലമായി ചേട്ടൻ കണ്ടിട്ട്. ഞാൻ ശരിക്കും ബാംഗ്ലൂരുമായി ഇഴുകി ചേർന്നു ചേട്ടാ. ആണോ? എനിക്കിപ്പോ നാട്ടിലേക്ക് വരാനേ തോന്നാറില്ല. അങ്ങനെ പറയരുത്. ഏത് നാട്ടിലായിരുന്നാലും നമ്മൾ നമ്മുടെ കുടുംബത്തെ നാടിനെ മറക്കുവോ? അതിന് മറന്നെന്ന് ഞാൻ പറഞ്ഞോ? അതിനല്ലേ ഒരാഴ്ചത്തെ ലീവിന് ചേച്ചി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിങ്ങി പോന്നത്. സന്തോഷായി. നീ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. നീ വന്നല്ലോ. ആഹാ, എടി പെണ്ണെ, നീ എന്നെക്കാളും അങ്ങ് വളർന്നു പോയല്ലോ. ശരിയാ. മോള് ബാംഗ്ലൂർ എന്താ കഴിക്കുന്നത്? ഒന്ന് പോ ചേട്ടാ. ആ, നിന്നോട് ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വിശേഷമൊക്കെ ഇത്രയൊക്കെ മതി. അവളൊരു യാത്ര കഴിഞ്ഞ് വന്നല്ലേ, അവള് കുളിച്ചൊന്ന് ഫ്രഷ് ആകട്ടെ. മോള് റൂമിൽ പോയി ഫ്രഷ് ആകുക കേട്ടോ. വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം. എടി പൊന്നു, നമ്മുടെ ബാലപ്പന് പറ്റിയ പെണ്ണ്. സാറെന്തിനാ കരയുന്നത്? സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയും. ഇതെനിക്കൊരു പുതിയ അറിവാ. ആ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നീ എന്നെ കുറിച്ച് അറിയാൻ കിടക്കുന്നു. രമണ, അങ്ങനെ ഈ ബാലപ്പനും പെണ്ണ് കെട്ടാൻ പോകുന്നു. ചേടാ, എന്റെ പൊന്ന് സാറേ, ഈ പെണ്ണിടല് പുതിയ സംഭവമൊന്നും അല്ലെന്നേ. അത് മറ്റുള്ളവർക്ക്. ആ, പക്ഷേ എനിക്ക് ഇത് അത്ഭുതമാണ് രമണ. നിനക്കറിയോ, ജനിച്ച കാലം മുതൽ അച്ഛനും അമ്മയും ആരെന്നറിയാൻ പറ്റാത്തൊരു ഭാഗ്യദോഷിയാണ് ഞാൻ. അനാഥൻ, ഉറ്റവരും ഉടയവരും ഇല്ലാത്തൊരു തെണ്ടി. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. സാറിന് ഞാനില്ലേ, ഈ ജവഹർ കോളേജിലെ മുഴുവൻ ആളുകളും ഇല്ലേ? ആ, അതാണ് എൻ്റെ ഒരു കരുത്ത്. പിന്നെ ഞാൻ എന്തിനാ കരയുന്നതെന്ന് നീ ചോദിച്ചേക്കാം. അതിന് കാരണമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ മാറിലെ ചൂടാ അവനെ സുരക്ഷിതനാക്കുന്നത്. ആ സുരക്ഷിതത്വം കുറച്ച് ദിവസമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പെണ്ണ് കെട്ടാൻ പോകുന്ന ഞാൻ ആ അമ്മയെ മറക്കുന്നത് ശരിയാണോ? ഞാൻ ഓർത്തടാ ഒരു നിമിഷം, മുഖമില്ലാത്ത രൂപമില്ലാത്ത ആ അമ്മേ. സാറേ, ഞാൻ ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എടാ ബാലപ്പ, നീ ഇനി തരികിടയൊക്കെ കളഞ്ഞിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്കതിന് പറ്റുമോ രമണ? അത് സംശയമാ. മാത്രമാണോ, ഈ ജവഹർ കോളേജിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യത്തിന് തരികിട നമ്പറുകളൊക്കെ അറിഞ്ഞിരിക്കണം സാറേ. നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആണല്ലോ. അപ്പോ ഇനിയിപ്പോ സാറ് സമയം കളയാതെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. പത്രം കഴിഞ്ഞ ബഹദൂറാണ്. ബഹദൂറാ? അല്ല, രാഹുറ. നീ അതൊക്കെ നോക്കി വെച്ചിരിക്കുകയാണല്ലേ. അതിരിക്കട്ടെ, നീ ഈ കൊല്ലത്തിലാണ് എൻ്റെ കൂടെ വരാൻ പോന്ന. എടാ, ഇതൊക്കെ മാറ്റി വൃത്തി മെനയുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വാ. ശരി, ഞാൻ ഇതൊക്കെ മാറ്റി അടിപൊളിയായിട്ട് പോയിട്ടോ. കഷ്ടം. അപ്പോ പെൺകുട്ടിയെ വിളിക്കൂ. അവൾ ഒരുങ്ങി ബാലപ്പൻ മുതലാളി. നോനോ, BA ലപ്പൻ മുതലാളി. ഞാൻ എന്റെ പേരങ്ങ് ചുരുക്കി. അതെന്താ? അതെ, ഒരു കോടീശ്വരൻ എപ്പോഴും പേര് കൊണ്ട് വ്യത്യസ്തനായിരിക്കണം. ബാലപ്പൻ മുതലാളി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ BA ലപ്പൻ മുതലാളി? അതൊട്ട് ശരിയായില്ല. എന്തുകൊണ്ട് ശരിയല്ല? ടാറ്റയുടെ പേര് ടാറ്റ എന്നാണോ? അല്ല, അതുപോലെ ബിർളയുടെ പേര് ബിർള. പിന്നെ എന്തുകൊണ്ടൊരു കോടീശ്വരനായ എനിക്ക് പേര് മാറ്റിക്കൂടാ? ആ, നിങ്ങൾ പെണ്ണിനെ വിളി. ധൃതി വെക്കാതെ. അല്ല, കല്യാണം എന്നത്തേക്ക് നടത്താം. ഹലോ, എന്റെ കല്യാണം നിങ്ങളുടെ കല്യാണോ? ഞാൻ ആദ്യം പെണ്ണിനെ ഒന്ന് കാണട്ടെ. നിങ്ങൾ പെണ്ണിനെ വിളി. വിളി. പിന്നെ രോഹിണി. ദ്രോഹിണിയാ? ദ്രോഹിണിയല്ല, രോഹിണി. രോഹിണി. ബാലപ്പ, ഇതാണ് ദ്രോഹിണി. അല്ല, രോഹിണി. കെട്ടാൻ വന്ന ചെറുക്കനാ.
യു? അത് ഈ എന്താണ് സാറേ ഈ ഹൗ ആർ യു കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഹവാറിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ? ഞാൻ ഈയിടെ കണ്ട ഏറ്റവും നല്ല ഹവാറിയാണ് കുട്ടി. എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അയ്യോ മേളിലേക്ക് വാ. അല്ല ഈ അതെന്താ അങ്ങനെ? ബാംഗ്ലൂർ കുടിച്ച പട്ടിയാ, അല്ല ബാംഗ്ലൂർ പഠിച്ച കുട്ടിയാ, അല്പം മോഡേനാ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിരിക്കും. അല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാല് പറ്റില്ല. കമോൺ മാൻ. ഓ എന്നാ പിന്നെ ഞാൻ ചെല്ലി പേടിയുണ്ടായിട്ടല്ല. ഓക്കെ, പറ, എന്നെ തനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ചിലപ്പോ പറയൂ. ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു കണ്ടീഷൻ. ഞാനൊരു കോടീശ്വരനാണ്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പ്രേമിച്ചിട്ട് ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും. ഓഫ് കോഴ്സ്. അത് വേണ്ട, പ്രേമിക്കാൻ പറ്റുന്നെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മതി. ഒഫേർട്ട് സിസ്റ്ററിനെ ഒന്നും കൊണ്ടുവരണ്ട, അത് ശരിയാവില്ല. അപ്പൊ അതുപോലെ ചെയ്യാൻ പോയാ. നിൽക്കൂ രോഹി. ഞാൻ ഒരു പടി കൂടി കേറിയിരിക്കുകയാണ്. അതിനുള്ള പടി ഇല്ലല്ലോ. ഈ പടിയുടെ കാര്യമല്ല, പിന്നെ ഞാൻ രോഹിണിയായിട്ട് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലവ് ലെറ്റർ എഴുതണം. നീ ഇങ്ങനെ തുള്ളാതെ പോയി പേപ്പർ മേനെ എടുത്തോണ്ട് വാ. നിന്നെ ഞാൻ സ്വന്തമാക്കും. ഞാൻ എഴുതാല്ലേ? ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോ. പ്രിയമുള്ളവളെ, ഞാൻ അതങ്ങ് മറന്നു കേട്ടോ. പ്രിയമുള്ളവളെ. അയ്യേ, ഇതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ, ആണോ? ലേറ്റസ്റ്റ് മോഡൽ ഒന്നും അല്ല. ഒരു കാര്യം ചെയ്യ്, സാർ എഴുത്. അല്ല ഞാനിപ്പോ അല്ല സാർ എഴുത്, ഞാൻ പറഞ്ഞുതരാം. ശരി, എഴുതിക്കോ. പറഞ്ഞ. പ്രിയമാനവളെ. പ്രിയമാന തവളെ? തവളെ ഒന്നും അല്ല, പ്രിയമാനവളെ. പ്രിയമാനവളെ. നിലാവിൽ വന്ന സുന്ദരി. കൊള്ളാം കൊള്ളാം. നിലാവിൽ എന്റെ മനോമണിയാണ്. മനോർമണി. മനോർമണി. എന്റെ മനോർമണി. ഇല്ലാത്ത ജീവിതം. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. എഴുത്. എനിക്ക് ഓർക്കാൻ കൂടി നമുക്ക് മുത്താരംകുന്ന് താഴ്വരയിലേക്ക് ഈ മുത്താരംകുന്ന് അടുത്തങ്ങാണോ ദൂരെയാണോ? അയ്യോ, കത്തിനകത്തല്ലേ. അത്ര ദൂരെ പോയുള്ള പൈസ നമുക്ക് മുത്താരംകുന്നിന്റെ താഴ്വരയിലേക്ക് പറന്നു പോകാം. ഡാർലിംഗ് വേണം. ഡാർലിംഗ് വേണം, ഡാർലിംഗ് എന്ന് BA ലെപ്പൻ. BA ലെപ്പൻ അവൾ അറിയും. ഇതറിയാതെ കൊടുക്കാനുള്ള കത്താണ്. എന്റെ കയ്യക്ഷരം കണ്ട ഉടനെ അവൾക്ക് അറിയാം. പിന്നെ പ്രിയമാനവളെ, നിന്റെ മനോർമണി എന്റെ മുത്താരംകുന്നിന്റെ താഴ്വരയിലേക്ക് പോയി നമുക്ക് താമസിക്കാം എന്ന് സ്വന്തം. കൊള്ളാം കൊള്ളാം. നീ ഇന്ന് തന്നെ ഈ കത്ത് രോഹിണിയുടെ കയ്യിലെത്തിക്കണം. ഓഹോ, അപ്പൊ പോസ്റ്റ്മാന്റെ പണി എനിക്കായി. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് നീ പോ. അയ്യോ, എന്ന് ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എത്തിച്ചേ. റോമിയോ, നീ എവിടെയാണ്? നിന്നെ കാത്തു കാത്തിരുന്ന് എന്റെ കണ്ണു കഴിച്ചു. കാറ്റിൽ പാറുന്ന മുടികളുള്ള നിന്നോടൊപ്പം നിന്റെ കൈപിടിച്ച് എനിക്ക് താഴ്വരയിലൂടെ പാടി നടക്കണം. റോമിയോ, നീ എവിടെയാണ്? നിന്നെ കാത്തു കാത്തിരുന്ന് എന്റെ കണ്ണു കഴിച്ചു. എടീ വഞ്ചകി, നിനക്കപ്പ കാമുകനുണ്ടല്ലേ? മഞ്ഞ് പെയ്യുന്ന കുന്നുകളിൽ ആകാശ നെല്ലിമേൽ നീ വരുന്നതും കാത്ത് ഇതാ ഇതാ നിന്റെ ജൂലിയറ്റ്. എന്റെ പൂച്ചക്കണ്ണുള്ള രാജകുമാര, നീ എവിടെ എവിടെ? ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എടീ വഞ്ചകി, എന്റെ പാവപ്പെട്ട ബാലപ്പൻ സാറിനെ ചതിച്ചിട്ട് നീ റോമിയോട് പറയാൻ നടക്കാണല്ലേ? ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ഹായ്. ഹു ആർ യു? കൂവാൻ അറിയാന്നോ? അറിയാലോ. അതല്ല ഞാൻ ചോദിച്ചത്, നീ ആരാന്നാ? ഞാൻ രമണൻ. ചങ്ങമ്പുഴയുടെ കുഞ്ഞമ്മയുടെ മോനായിട്ട് വരും. ഇതൊരു ലവ് ലെറ്ററാ, ഞാൻ എഴുതിയതാ. എനിക്കാണോ? അതെ. ഇങ്ങെടുക്ക്. അല്ല, ഈ റോമിയോ ആരാന്നാ പറഞ്ഞത്? അതെന്റെ ഒരു ഫ്രണ്ടാ. തന്നെ? ഇവിടെ തന്നെ നിക്കണേ. ഓ, തങ്കപ്പേട്ടാ, ദേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു.
അയ്യോ. തങ്കപ്പേട്ടാ, തങ്കപ്പേട്ടാ, എന്താ എന്താ പന്നു? ദേ, എന്താ? ഈ കത്ത് കണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. കത്തോ? ആ. പ്രിയമാനവളെ, നിലാവിൽ നിന്ന് വന്ന സുന്ദരിയെ, നീ എന്റെ മനോർമണിയാണ്. എന്റെ അമ്മോ, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നമുക്കൊന്നിച്ച് ജീവിക്കണം. നമുക്കൊന്നിച്ച് മാത്രം മരിച്ചാൽ മതിയാകും. നമുക്ക് മുത്താരം കുന്നിലേക്ക് പറന്നു പറന്നു പോകാം. ആരാണ് നിനക്ക് ഈ ലവ് ലെറ്റർ തന്നത്? അയ്യോ, ഇത് എനിക്ക് എഴുതിയ കത്തല്ല, ഇത് അവക്കുള്ളതാ, രോഹിണിക്ക്. രോഹിണിക്കോ? ഹ്, ഏതോ പ്രേമപ്പനി പിടിച്ചവൻ എഴുതിയതാ. സത്യമാണോടി? പിന്നല്ലാതെ. ആ. ഇനി ഞാനൊരു കാര്യം പറയാം. ആ. പെണ്ണിനെ കൊണ്ട് നമ്മൾ ഒരുവിധം സമ്മതിപ്പിച്ചു വെച്ചിരിക്കാം. ഇതുപോലെ വഴിയെ പോന്ന ഏതെങ്കിലും ഒരുത്തം വന്ന് മന വിളക്കുന്നതിന് മുമ്പ് ചെന്ന് ബാലപ്പനോട് കാര്യം പറഞ്ഞ് കല്യാണ തീയതി കുറിപ്പിക്കണം. ആ. അവളാ പറഞ്ഞതിൽ കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സും ഓടുന്ന വണ്ടിയുടെ ചക്രവും എപ്പോഴാണ് വെടിതിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഓ, ഇത് ഗൗരവമായിട്ട് എടുത്തേക്കാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആ തങ്കപ്പന്റെ മോഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ വീട്ടിൽ കിടന്ന് അലറിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ നിങ്ങളോട്, നമ്മുടെ ബന്ധത്തിലെ ഒരു പെണ്ണിന്റെ കാര്യം അവനോട് പറയാൻ. എന്നിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ, തങ്കപ്പന്റെ വീട് കയറി ആക്രമിക്കുക. എന്ന് പറഞ്ഞ അതിന് തക്കെയുള്ള ആവതെനിക്കില്ല രമണ. നേതാവ് പേടിക്കണ്ട, അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ കൊതുപോലെ ഇരിക്കുന്ന നീയോ? നേതാവേ, ഞാൻ ഇങ്ങനെ എഴുതാ മതി. കരാട്ടെ, കുംഫു, കളരിപ്പയറ്റ് ഇതെല്ലാം പഠിച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓടാനറിയോ? അതല്ലേ ആദ്യം പഠിച്ചത്. എങ്കിൽ നീ ഇപ്പൊ തന്നെ ആ തങ്കപ്പനോട് ചെന്ന് പറ, ഈ രവിചന്ദ്രൻ ഒരു അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന്. ആരൊരുങ്ങി? ഓ, പുരാണമടി, പുരാണം. നിനക്കൊന്നും അറിയത്തില്ല, മരങ്ങോടത്തി. രമണ, ആ തങ്കപ്പനോട് നീ ഇങ്ങനെ പറയണം: ബാലപ്പന്റെ മേൽ കണ്ണു വെച്ചാൽ ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന്. കൊരയ്ക്കുന്നു പട്ടി കടിക്കില്ല. നിങ്ങൾ പോയി കുത്തി പൊട്ടിച്ചിട്ട് വാ, ഞാൻ നിങ്ങളുടെ ധൈര്യം ഒന്ന് കാണട്ടെ. ഒരു കാര്യം ചെയ്യാൻ നീ സമ്മതിക്കത്തില്ലല്ലോ. അയ്യോ, അപ്പൊ നേതാവേ, എന്നാ ഞാൻ പോയി തങ്കപ്പനോട് കാര്യം പറയാം. ബാക്കിയെല്ലാം നേതാവിന്റെ ആയുസ് പോലും ഇരിക്കും. പിന്നെ ദേ, ഇതൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാനിപ്പോ ബാലപ്പ സാറിന്റെ ചെലവിലാണ് കഴിയുന്നതെന്ന് അറിയാലോ. ഒന്നും ചെന്ന് എന്റെ ബോസിനോട് പറഞ്ഞേക്കരുത്. പറഞ്ഞ പണി തിരിച്ചു മേടിക്കും. ദേ, തങ്കപ്പനാള് പെശകാണേ, സൂക്ഷ്യം കണ്ടും വേണം ഓരോന്ന് ചെയ്യാൻ. പറഞ്ഞേക്കാം. അതൊക്കെ ഞാൻ ഏറ്റു, ഞാൻ ഏറ്റു. എടാ തങ്കപ്പ, നിന്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. സാർ പറയൂ. ദിസ് ഈസ് ആപ്പിൾ. അറിയാം, ആപ്പിള് കണ്ട ആർക്കാ അറിഞ്ഞൂടാത്തത്? നോ നോ, പറയണം, പറഞ്ഞു തന്നെ പഠിക്കണം. പറയൂ. ദിസ് ഈസ് ആപ്പിൾ. ദിസ് ഈസ് ആപ്പിളേ. ആപ്പിൾ അല്ല, ആപ്പിൾ. ആപ്പിള്, ആപ്പിള്. ഓക്കെ. ഈ ആപ്പിളിൽ ഇങ്ങനെ ഒരു ഇനം ഉണ്ടല്ലേ? ആ, അടുത്ത നമുക്ക് പറയാം. കൊള്ളാം. ദാറ്റ് ഈസ് ഓറഞ്ച്. ദാറ്റ് ഈസ് ഓറഞ്ച്. ഓറഞ്ച്, ദാറ്റ് ഈസ് ഓറഞ്ച്. ഓറഞ്ച്. ഓറഞ്ചും കൊള്ളാം. ആ, മിടുക്കൻ. അപ്പൊ ദിസ് ഈസ് ആപ്പിൾ, ദാറ്റ് ഈസ് ഓറഞ്ച്. അത്രേ ഉള്ളൂ സാർ അല്ലേ? രണ്ട് വാക്ക് പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഇനി നമുക്ക് എന്താ സാർ ഇത്? എന്താ? സാറിന്റെ കുട്ടിയല്ലേ? സോറി. ഇങ്ങനെയാണെങ്കിൽ ഞാനിനി പഠിപ്പിക്കാൻ വരില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ടീച്ചർ. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. കാരണം എന്റെ ഭാര്യ ഭയങ്കര ഇംഗ്ലീഷാണ്. അതിന് സാറെപ്പോ കേട്ടി? കെട്ടുമല്ലോ. കെട്ടുമ്പോ അവര് ഭയങ്കര ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ, ഞാൻ ഭയങ്കര കാശുകാരനായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് എന്നാ ഞാൻ കെട്ടിയിട്ട് അവരോട് പറഞ്ഞാ മതി സാറിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. അല്ല. ഞാൻ പോകുന്നു. അയ്യോ ടീച്ചറെ, അങ്ങനെ പോവല്ലേ. രണ്ട് വാക്കുകൂടെ ഫീസ് കൊടുക്കാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി. മതി. ദിസ് ഈസ് ആപ്പിൾ, ദാറ്റ് ഈസ് ഓറഞ്ച്. ദാറ്റ് ഈസ് ഓറഞ്ച്, ദിസ് ഈസ് ആപ്പിൾ. മതി. ഈ രണ്ട് വാക്ക് മതി. ആ രോഹിണി മദാമ്മയുടെ മുമ്പിൽ എനിക്ക് പയർ പോലെ ഇംഗ്ലീഷ് പറയാൻ. ഹു ആർ ദി ആപ്പിൾ? ഐ ആം ദി ഓറഞ്ച്. ദിസ് ഈസ് ആപ്പിൾ, ദാറ്റ് ഈസ് ഓറഞ്ച്. മതി. അത് മതി. തങ്കപ്പണ്ണ, എല്ലാം കൈവിട്ടുപോയി. എന്ത് കൈവിട്ടു പോയെന്ന്? ആ രവിചന്ദ്രൻ നേതാവ് അവിടെ കിടന്ന് തുള്ളുകയായിരുന്നു. ബാലപ്പണ്ണൻ ഇവിടുത്തെ പെണ്ണിനെ കെട്ടാൻ പോകുന്നു എന്നറിഞ്ഞോണ്ടുള്ള തുള്ളലാ അവിടെ നടക്കുന്നത്. നേരാണോടാ നീ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു വരുമോ? എന്റെ ഭാര്യയുടെ അനിയത്തിന് ബാലപ്പൻ കിട്ടണനി ആ രവിചന്ദ്രൻ നേതാവിന് എന്താണ്? എന്താന്നോ, അങ്ങേരും അതുപോലൊരു ആഗ്രഹം കൊണ്ടാ അവിടെ ഇരിക്കുന്നത്. എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. നീ തെളിച്ചു പറയ്. അതായത്
അക്രമം. ഏത് നിമിഷവും തങ്കപ്പണ്ണൻ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. അയ്യോ തങ്കപ്പണ്ണനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം കോടീശ്വരനായ ബാലപ്പണ്ണനെ തട്ടിക്കൊണ്ടുപോയി രവിചന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുപോകാനാണ് അയാളുടെ ശ്രമം. ആഹാ, ആ രവിചന്ദ്രൻ അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടോ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. എടി പൊന്നു, എടിക്കടി എന്റെ ആയുധം. അയ്യോ അല്ല വേണം വേണ്ടെന്നോ? അല്ല അവൻ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, അവനെ ഞാൻ അല്ല, അത് ഇത് വേണോ? ഏറ്റെടുത്താ തങ്കപ്പൻ അവന്റെ ഞാൻ പറയുന്നത് കേക്ക്. രവിചന്ദ്രൻ അല്ല, എടുത്ത് ആരെയും ഒന്ന് ചെയ്യണ്ട, തങ്കപ്പൻ. ശരിയാക്കി തരാടാ. ആഹാ. സംഗതി ഏറ്റു. ഇനി അവര് തമ്മിലായിക്കോളും. രാവിലെ തുടങ്ങിയ ഗുസ്തിയാണല്ലോ. നിങ്ങൾ ഇത് എന്തോന്നുള്ള പുറപ്പാടാ? ആ തങ്കപ്പനോടുള്ള ഗുസ്തിക്ക് എന്റെ ദൈവമേ, എന്നെ നിങ്ങൾ വിധവയാക്കോ? പറയാൻ പറ്റില്ല ഭാരതി. പണ്ട് 5 പേരെ ഒറ്റയടിക്ക് ഗോതയിൽ മലർത്തിയടിച്ച ഗോദവർമ്മയുടെ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. പണ്ടേ ഗുസ്തി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമായിരുന്നു. ധാരാസിംഗും കിങ്കോങ്ങുമായിരുന്നു എൻ്റെ ആരാധനാമൂർത്തികൾ. കിങ്കോങ്ങിൻ്റെ ഇളയ മോളെ കെട്ടാൻ എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാന്ന് വെച്ചാൽ നിന്നെ കണ്ടതിന് ശേഷമാണ് ഓഫർ ഉപേക്ഷിച്ചത്. അതോടെ ഗുസ്തി എന്ന സ്വപ്നം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെന്താന്നറിയാമോ നിനക്ക്? അറിയില്ല. അയ്യോ, ഇതാണീ കരാട്ടെ. മറുകടകം, മറുകടകം, ഒതിരഘടകം. ഇതറിയാവോ നിനക്ക്? ഇല്ല. അതും അറിയത്തില്ലല്ലോ. കളരി. ഗുസ്തിയിൽ തോറ്റാൽ കരാട്ടെ, അതിലും തോറ്റാൽ കളരി. ഓ എന്റെ ഈശ്വരാ, നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? മാത്രമല്ലടി, ഇനിയും ഉണ്ട് ധാരാളം ഐറ്റങ്ങള്. ഇവിടെ ആരും ഇല്ലടാ. എടാ രവിചന്ദ്ര, എരപ്പേ, മൊട്ടത്തലയാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ.